ഒരു സമൂഹത്തിൽ ഒരു വളർച്ചയ്ക്ക് കുട്ടികളുടെ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അവരുടെ വളർച്ചയിൽ സമൂഹം ചെലുത്തുന്ന സ്വാധീനം, അധ്യാപകർ, വിദ്യാഭ്യാസം, ഇതൊക്കെ വലിയ പങ്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സാറിൻ്റെ ഇത്രയും നാളത്തെ ഒരു അനുഭവങ്ങൾ വെച്ച് അങ്ങനെയുള്ള ഒരു അനുഭവം കൂടെ പങ്കുവെച്ചാൽ നന്നായിരുന്നു. പഠനം എന്ന് പറയുന്നത് ഒരു മാനസിക പ്രക്രിയയാണ്. പഠനത്തിന് കഴിയുന്ന ഒരവസ്ഥ സംജാതമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും പ്രധാന പങ്ക് രക്ഷിതാക്കൾക്കാണ്. കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം സ്വന്തം വീട് തന്നെയാണ്. അധ്യാപകരെന്ന് പറയുന്നത് രക്ഷിതാക്കളും. അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ അത് ഒരിക്കലും അവൻ്റെ ജീവിത വഴിയിൽ ഒരു നഷ്ടമായി മാറാറില്ല. നല്ല അനുഭവങ്ങൾ ഉള്ള വീട്ടകങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനം. പിന്നെയുള്ളത് സ്കൂളാണ്. അധ്യാപകരെ സംബന്ധിച്ചും കുട്ടിയെ അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അവൻ്റെ പ്രത്യേകതകൾ, അവൻ്റെ കഴിവുകൾ, അവൻ്റെ പരിമിതികൾ എന്നിവ തിരിച്ചറിഞ്ഞ് അവരെ മറ്റൊരു രീതിയിൽ പഠനാനുഭവങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ ധർമ്മം. കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാൽ പോലും അതൊരു നല്ല അനുഭവമാണ്. ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്ന മുഖമുള്ള ജീവിക്കാൻ തയ്യാറാവാത്ത അധ്യാപകൻ ഒരു അധ്യാപകനല്ല എന്താണ് എൻ്റെ പക്ഷം. തീർച്ചയായും നല്ല അനുഭവങ്ങൾ ഒരുക്കണമെങ്കിൽ കുട്ടിയെ പോലെ ചിന്തിക്കുന്ന, കുട്ടിയെ അറിയുന്ന അധ്യാപകരും വിദ്യാലയ അന്തരീക്ഷവും ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനം. കുട്ടിക്ക് സ്വയം തിരിച്ചറിയണം, ഞാൻ ആരാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആരാണെന്ന് തിരിച്ചറിവാണ് അവനെ പഠനത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാൻ കഴിയുന്ന, എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ള ഒരാളാണ് അധ്യാപകൻ. അത്തരത്തിലേക്ക് മാറണം. രക്ഷിതാവിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനം രക്ഷിതാവിനും കുട്ടിക്കും ഇടയിലുള്ള ഒരു നല്ല ലിങ്കായി അധ്യാപകൻ പ്രവർത്തിക്കണം. അതിന് കഴിഞ്ഞാൽ തന്നെ കുട്ടിയുടെ പഠനത്തിൽ അധ്യാപകനും സ്വാധീനം ചെലുത്താൻ കഴിയും. കുട്ടി ഒരു മാതൃകാ പുരുഷനായിട്ടാണ് അധ്യാപകരെ രക്ഷിതാക്കളെയും കാണുന്നത്. അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇവരാണ്. അച്ഛൻ, അമ്മ, അധ്യാപകൻ, ഈ മൂന്ന് പേരും. അവരിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് സ്ട്രോക്കുകൾ, എന്താണ് പറയുക, പോസിറ്റീവ് അത്തരം, അതായത് ക്രിയാത്മകമായ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തെ നന്നായി ബാധിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മെച്ചപ്പെട്ട ചിന്ത, മെച്ചപ്പെട്ട വാക്കുകൾ, മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. കുട്ടി കാണുന്ന കാഴ്ചകളും അവൻ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളും എപ്പോഴും അവന് ക്രിയാത്മക ചിന്തയെ പ്രചോദിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഒരു പറയുന്ന വാക്കായാലും പ്രവൃത്തിയായാലും ഇടപെടലായാലും എപ്പോഴും പോസിറ്റീവായിരിക്കണം, ക്രിയാത്മകമായിരിക്കണം. അത്തരം ക്രിയാത്മക പ്രവർത്തികൾ കുട്ടിയെ നന്മയിലേക്ക് നയിക്കും. അതാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാൻ, അങ്ങനെ തയ്യാറാവാൻ അത് അധ്യാപകൻ സ്വാഭാവികമായ ഇടപെടലിലൂടെ സാധ്യമാക്കണമെന്നാണ്. പക്ഷേ എല്ലാ അധ്യാപകർക്കും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്. ആസൂത്രണം ചികിത്സിക്കാൻ പോകുന്നതിന് മുമ്പ് ചില തയ്യാറെടുപ്പുകളാണ്. എന്താണ് എൻ്റെ എന്താണ് റിസോഴ്സ് എന്താണ്, ചികിത്സ, അനുഭവങ്ങൾ, ഒരു രോഗിയെ കാണുമ്പോൾ മുമ്പുള്ള അനുഭവങ്ങളെ കണ്ടിച്ചു നോക്കും. ഇതെല്ലാം അധ്യാപകനെ സംബന്ധിച്ചും പ്രധാനം. ഇതുപോലെ കുട്ടിയുടെ പ്രശ്നങ്ങൾ
തിരിച്ചറിയാൻ, അതിന് പരിഹാരം തേടാൻ, നടപ്പിലാക്കാൻ അധ്യാപകർ തയ്യാറാവണം. അതിന് പറ്റിയ വിദ്യാലയങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായ ഇന്നും സമൂഹത്തിൽ കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും. ഒരു ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവണമെങ്കിൽ കുട്ടിക്ക് ആരോഗ്യമുള്ള അനുഭവങ്ങൾ ഉണ്ടാവണം. അതാണ് അത്തരം അനുഭവങ്ങളുടെ കുറവാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം. ഒരാളുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചു പോയാൽ അവൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് അന്വേഷിച്ചാൽ മതിയാവും. അന്ന് കിട്ടിയ അനുഭവങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ടാവും. അത് പോസിറ്റീവാണെങ്കിൽ ഏത് പ്രതിസന്ധിയും മറികടക്കാൻ അവർക്കത് സഹായമാകും എന്നാണ് പറയാറുള്ളത്. കുട്ടികളുടെ വളർച്ചയിൽ നമ്മുടെ സ്വാധീനം എന്ത്, സമൂഹത്തിൻ്റെ സ്വാധീനം എന്ത്? ഇപ്പോൾ മിക്കവാറും വരുന്ന കേസുകളിൽ സാറ് പറഞ്ഞ പോലെയാണ്, ആ കേസ് എന്തുകൊണ്ട് ആ കുട്ടിക്ക് രോഗം വന്നു, അല്ലെങ്കിൽ ഒരു വലുതായ ഒരാൾക്ക് 20 വയസ്സോ 30 വയസ്സോ ആയ ഒരാൾക്ക് രോഗം വന്നു എന്ന് എന്തുകൊണ്ടെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അതൊരു കുട്ടിക്കാല അനുഭവമാണ് പലപ്പോഴും. ഇത് സാർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതുമായി കണക്ട് ചെയ്തത്. അതിൽ നമുക്ക് ഒരു വലിയ പങ്കുണ്ട്. സമൂഹത്തിന്, രക്ഷകർത്താക്കൾക്ക് പങ്കുണ്ട്, അധ്യാപകർക്ക് പങ്കുണ്ട്, സമൂഹത്തിന് പങ്കുണ്ട്. പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കുക, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികൾ പോസിറ്റീവ് കണ്ട് വളരുക, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കാൻ നമുക്ക് പറ്റുക, സമൂഹത്തിന് പറ്റുക, അതൊരു വലിയ സന്ദേശമാണ്. ഈ ഒരു മെൻ്റൽ ഹെൽത്ത് അവയർനെസ് മന്തിൽ സാറിൻ്റെ ഭാഗത്ത് നിന്ന് സമൂഹത്തിന് കൊടുക്കാൻ പറ്റിയ ഒരു വലിയ സന്ദേശമാണ്. പിന്നെ അതിൽ പ്രതീക്ഷിച്ചതിലുപരി അതിൽ പരം ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് പരിമിതികളില്ല എന്നുള്ളതാണ്. പരിമിതികൾ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന വാക്കാണെന്ന് തോന്നുന്നു. പരിമിതികളില്ല, നമ്മൾ ആ പരിമിതികളെന്ന് പറയുമ്പോഴാണ് പരിമിതിയിൽ പെട്ടുപോകുന്നത്. അപ്പോൾ ഒരു അധ്യാപകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ശബ്ദമാണെന്ന് വിചാരിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനിൽ നിന്ന് സാറിന് ഒരു പക്ഷേ മാറി നിൽക്കണമെന്ന് പലരും നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥയിൽ നിന്നും ഇന്നും റിട്ടയർമെൻറ്റിന് ശേഷം 3 വർഷം ആകുമ്പോഴും അതേ ഫീൽഡിൽ അതിലധികം, അതായത് വർക്ക് ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ആർജവത്തോടെ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഏതൊരു പ്രൊഫഷനിൽപ്പെട്ടവർക്കും ഒരു മാതൃകയാണ്. വളരെ സന്തോഷം സാറിൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു. താങ്ക് യു.